നമുക്കൊക്കെ ഒരു 4-4:30 ആവുന്ന സമയത്ത് ഒരു വിശപ്പ് വരില്ലേ, ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം. അപ്പോൾ യൂട്യൂബ് ഷോർട്സ് എടുത്ത് റെസിപ്പി സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു റെസിപ്പി കേട്ടോ. സ്വീറ്റ് പൊട്ടാറ്റോ സ്റ്റീം ചെയ്തിട്ട് അതിൽ മിൽക്കും ഷുഗർ ആഡ് ചെയ്തിട്ടാണ് അവർ മാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മിൽക്ക് ഇല്ലാത്ത കാരണം പിന്നെ ഗ്രോസറി പോകാനുള്ള മടി കൊണ്ടും ഞാൻ ഇവിടെ ഇരുന്ന് ഫ്രഷ് ക്രീം എടുത്തിട്ടാണ് മാഷ് ആക്കിയത് കേട്ടോ. അപ്പോൾ കുറച്ച് സ്വീറ്റ്നെസ് കുറവുള്ള കാരണം കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന സ്വീറ്റ് പൊട്ടാറ്റോയ്ക്ക് അത്യാവശ്യം മധുരമുണ്ട്, എന്നാലും കുറച്ചൊന്ന് ഇട്ടിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഒരു ശീലമാണല്ലോ. അപ്പോൾ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കുന്നുണ്ട്. നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം ചീസ് ടോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഈ ചീസ് വാങ്ങിച്ചതിനൊരു കഥയുണ്ട്. ഞാൻ ലുലുവിൽ നല്ല ഓഫർ കണ്ടപ്പോൾ ചാടി വീണതാണ് കേട്ടോ. പക്ഷേ ഇത് അനലോഗ് ചീസാണ്. വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്. അനലോഗ് ചീസിനെ പറ്റി എനിക്ക് ഒരുപാട് അങ്ങോട്ട് അറിയില്ല, എന്നാലും സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് അതിൽ മിൽക്ക് കണ്ടൻറ്റ് കുറവായിരിക്കും, പാം ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവാമെന്നാണ്. ഹെൽത്ത് വൈസ് അത്ര നല്ലതല്ല. നിങ്ങളാണെങ്കിൽ ഇതുപോലെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. എയർ ഫ്രയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്താൽ നന്നായിരിക്കും. അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളിത് ചെയ്യുമ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബൗളിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതാട്ടോ. ഇവിടെ ഇതിൽ എയർ ഫ്രയറിൽ കൊള്ളുന്ന ബൗളില്ലാത്ത കാരണമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബൗൾ എടുത്തത്. ഫ്ലാറ്റ് ആയിട്ടാകുമ്പോൾ ഈവനായിട്ട് നല്ല ഇതായിരിക്കും. പിന്നെ കഴിക്കുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ, നല്ലതാട്ടോ, ആക്ച്വലി നല്ലതാണ്. പിന്നെ എനിക്ക് പൊതുവേ സ്വീറ്റ് പൊട്ടാറ്റോ അതുപോലെ ചീസ് ഇതെല്ലാം എനിക്കിഷ്ടമുള്ള സാധനമാണ്. അതുകൊണ്ട് 4-4:30 എൻ്റെ വിശപ്പ് ഇത് കഴിച്ചപ്പോൾ മാറി കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളിതുപോലെ വിശന്നിരിക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല റെസിപ്പി ആട്ടോ.